2030 പാക് അധീന കാശ്മീർ, അതായത് ഇന്ത്യയുടെ സ്വന്തം കാശ്മീർ, അനധികൃതമായി പാകിസ്ഥാൻ പിടിച്ചു വെച്ചിരിക്കുന്ന കാശ്മീർ, അത് ഇന്ത്യയുടെ സ്വന്തമാകും. എങ്ങനെയാണെന്നല്ലേ? അതിന് കൃത്യമായ പ്ലാനുണ്ട്, തന്ത്രമുണ്ട്. വികസിത ഭാരതം എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ നീങ്ങുന്നത് വെറും വികസനത്തെ മാത്രം ആശ്രയിച്ചല്ല. അതായത് നമ്മുടെ നാട്ടിൽ റോഡുകളും പാലങ്ങളും വ്യവസായ സമുച്ചയങ്ങളും കാർഷിക മേഖലയുടെ വികാസവും ആൾക്കാർക്ക് തൊഴിലും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നതും എല്ലാവർക്കും പട്ടിണി രഹിതമായിട്ട് എല്ലാവർക്കും ആഹാരം ലഭിക്കുന്നതും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതും വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നതിയും ഇതൊക്കെയാണല്ലോ സാധാരണഗതിയിൽ വികസനം എന്ന് പറയുന്നത്. വികസിത ഭാരതം സാക്ഷാത്കരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ രാജ്യം നടത്തുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് വമ്പൻ കുതിപ്പ് നടത്തുന്നുണ്ട്. സാമ്പത്തിക വികാസത്തിലേക്കൊക്കെ ഇന്ത്യ കുതിക്കുന്നു. വിദേശത്തേക്ക് പണം ചെലവാക്കുന്നത് കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. ഇങ്ങനെ വമ്പൻ നീക്കമാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടത്തുമ്പോഴും പക്ഷേ വികസിത ഭാരതത്തിനകത്ത് മറ്റ് ചില കാര്യങ്ങൾ കൂടി നമ്മളുടെ രാജ്യം, നമ്മുടെ ഭരണകൂടം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമ്മുടെ അതിർത്തികൾ കൈയടക്കിയിരിക്കുന്നവരെ തുരത്തിക്കൊണ്ട് നമ്മുടെ സ്ഥലങ്ങൾ ഒക്കെ തന്നെ വീണ്ടെടുക്കുക എന്നുള്ളത്. അതിൽ പല പ്രദേശങ്ങളുമുണ്ട് എന്നുള്ളതാണ്, തന്ത്രപ്രധാനമായ പല ഭാഗങ്ങളും. അങ്ങനെ വരുമ്പോൾ കൈയടക്കി വെച്ചിരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പാകിസ്ഥാനാണ് നമുക്ക് ആദ്യം മോചിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത്. പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരിക്കുന്ന POK, ആ POK മാത്രമാണോ ഉള്ളത്? അല്ല, അക്സായി ചിൻ എന്ന് പറയുന്ന മേഖലയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ഏജൻസി എന്ന് വിളിച്ചിരുന്ന അരുണാചൽ പ്രദേശ്, ആ പ്രദേശവും നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. പല ഭാഗങ്ങളും കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ഇന്ത്യയിൽ നിന്ന് ചൈന പിടിച്ചടക്കിയതാണ് എന്നുള്ളതാണ്. അനാവശ്യമായി ഫോർവേഡ് പോളിസി എന്ന് പറയുന്ന മണ്ടൻ നയം സ്വീകരിച്ചുകൊണ്ട് നെഹ്റു എടുത്ത വലിയ മണ്ടൻ തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾക്ക് ഭൂമി നഷ്ടമായി പോയത്. ഏതായാലും ശരി തന്നെ, അതൊക്കെ തിരിച്ചു പിടിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഈ വികസിത ഭാരതത്തിനുണ്ട്. അങ്ങനെ വികസിത ഭാരതം എങ്ങനെയാണ് പാക് ഒക്കുപൈഡ് കാശ്മീരിനെ കൃത്യമായിട്ട് ഇന്ത്യയിൽ ചേർക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു നീക്കവും കൂടി നടത്തുന്നുണ്ട്. ഒരു ബുള്ളറ്റ് ചെലവാക്കാതെ, ഒരു സൈനിക നടപടിയും എടുക്കാതെ ഇന്ത്യക്ക് പാക് അധീന കാശ്മീരിനെ സ്വന്തമാക്കാൻ കഴിയുമെന്നാണ് ഭൗമരാഷ്ട്രീയ വിദഗ്ധരും അന്താരാഷ്ട്ര ബന്ധങ്ങളെയെല്ലാം നിരീക്ഷിക്കുന്നവരും ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ സാമ്പത്തിക സ്ഥിതിയും സാമൂഹിക അവസ്ഥയും രാഷ്ട്രീയ പ്രശ്നങ്ങളുമാണ് എന്നുള്ളതാണ്. ഇത് പാകിസ്ഥാനിനുള്ളിൽ വലിയ അന്തഛിദ്രങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. 2020 മുതൽ തുടങ്ങി കഴിഞ്ഞ ഏതാണ്ട് 7 വർഷക്കാലമായിട്ട് പാകിസ്ഥാൻ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഒരു പാക്കറ്റ് ബ്രെഡിന് വേണ്ടി പോലും 3 പേർ പരസ്പരം കുത്തിക്കൊന്ന നാടായിട്ട് പാകിസ്ഥാൻ മാറി. പെട്രോളിന് പിടിച്ചാൽ കിട്ടാത്ത വിലയായി തകർന്നടിഞ്ഞു പോയിരിക്കുന്നു അവിടുത്തെ സാമ്പത്തികാവസ്ഥകളും ഉൽപ്പാദന കേന്ദ്രങ്ങളും എല്ലാം തന്നെ. കാരണം എന്താണ്? ഭീകരവാദത്തിന് വേണ്ടിയിട്ട് വമ്പൻ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചത് തന്നെയാണ് പ്രശ്നം. F-16 വിമാനങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അമേരിക്ക കൊടുത്ത കോടിക്കണക്കിന് രൂപ അവർ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് വകമാറ്റി എന്നുള്ളതാണ്. അങ്ങനെ രാഷ്ട്രീയം നടത്തിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാന് എന്താണ് ബാക്കി ഉണ്ടാവുക? പിന്നെ കൊടികുത്തിയ അഴിമതിയും അരാജകത്വവും. ഇതാണ് പാകിസ്ഥാൻ്റെ അവസ്ഥ എന്നുള്ളതാണ്. അങ്ങനെയുള്ള പാകിസ്ഥാൻ അസ്ഥിരമാകാനായിട്ട് അധികം താമസമൊന്നുമില്ല. 2030 അതായത് 2020 മുതൽ 30 വരെയുള്ള കാലഘട്ടത്തിൽ പാകിസ്ഥാൻ സാമ്പത്തികമായി തകർന്നടിയും എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മളുടെ നോട്ട് നിരോധനം പോലും അതിൻ്റെ തുടക്കം കുറിച്ചു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന ഇപ്പോഴത്തെ പ്രശ്നമുണ്ടല്ലോ, പാകിസ്ഥാൻ ഏറ്റവും വലിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കയറി അടിച്ചുകൊണ്ടിരിക്കുകയാണ് താലിബാൻ പോരാളികൾ. അവരെന്താണ് ചെയ്യുന്നത്? പാകിസ്ഥാൻ്റെ പട്ടാളക്കാരെ തൂത്തുപിറക്കിയിട്ടടിക്കുകയാണ്. ഈ പറയുന്ന പാകിസ്ഥാൻ്റെ സൈനികർക്ക് നേരെ നിന്ന് പോരാടാനുള്ള ആയുധം പോലുമില്ല. വെടി പൊട്ടുമ്പോൾ തോക്കിനകത്തിരുന്ന് പൊട്ടുന്ന വെടിയുണ്ടകളാണ് അവർക്കുള്ളത്. അതായത് ഉണ്ട വെളിയിലേക്ക് പോകുന്നില്ല, പകരം തോക്ക് ഡാമേജ് ആവുകയാണ് ചെയ്യുന്നത്. അവരുടെ ഫീൽഡ് ഗണ്ണുകൾ അടക്കമുള്ളവ, പീരങ്കികൾ അടക്കമുള്ളവ കേടായിക്കൊണ്ടിരിക്കുന്നു. കാലഹരണപ്പെട്ട ഷെല്ലുകളാണ് അവർ അതിനുവേണ്ടി ഉപയോഗിച്ചത്. ഇതേ ഷെല്ലുകൾ ആ പറയുന്ന അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യത്തിന് കൊടുത്തിട്ട് അവരുടെ പീരങ്കികളും കേടായിരുന്നു. ഇവരുടെ പാകിസ്ഥാൻ്റെ സൈന്യത്തിൽ പ്രവർത്തിക്കുന്ന ഈ ടാങ്കുകളൊക്കെ ഉണ്ടല്ലോ, ടാങ്കുകൾക്കകത്ത് പോലും കേടുപാടുകൾ ഉണ്ടാവുകയും സൈനികർ മരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീപിടുത്തം ടാങ്കുകൾക്ക് അകത്തുണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പാകിസ്ഥാൻ സേനയെ ഗുരുതരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റൊന്നു കൂടി എടുത്തു നോക്കാം. ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നങ്ങൾ മാത്രമാണോ ഉള്ളത്? അഫ്ഗാനിസ്ഥാനിൽ വമ്പൻ പദ്ധതികൾ ഇന്ത്യ നടപ്പിലാക്കുന്നുണ്ട്. അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ, അവിടെ ഫാക്ടറികൾ. അവർ പറയുകയാണ്, ഇന്ത്യയെ നിങ്ങൾ വരൂ, ഇവിടെ വരൂ, ഞങ്ങൾ ഭൂമി തരാം, ആൾക്കാരെ ജോലിക്ക് തരാം, നിങ്ങൾ എത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ വേണം, ഇല്ലെങ്കിൽ വ്യവസായ പ്രവർത്തനങ്ങൾ വേണം, ഇവിടെ നടത്തിക്കൊള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഇന്ത്യ അവിടെ വലിയ തോതിൽ നിക്ഷേപം നടത്തുന്നുണ്ട്, നയതന്ത്ര ബന്ധം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അത് മാത്രവുമല്ല, അഫ്ഗാനിസ്ഥാനിന് ജന്മശത്രുക്കളാണ് പാകിസ്ഥാൻ എന്നുള്ളതാണ്. ഒരു കാരണം എന്തെന്നറിയാമോ? അഫ്ഗാനിസ്ഥാനിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് മൊത്തം പാകിസ്ഥാനികളാണ്. പാകിസ്ഥാൻ്റെ
റെഗുലർ ആർമി സോൾജേഴ്സാണ് താലിബാൻ എന്ന പേരിൽ അഫ്ഗാനിസ്ഥാനിൽ പോയി പ്രവർത്തിക്കുകയും അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അക്കാലത്തെ പാകിസ്ഥാൻ താലിബാൻ ഉണ്ടല്ലോ, ഈ താലിബാനോട് അവിടുത്തെ സ്വദേശികൾക്ക് വലിയ വിരോധമാണുള്ളത് എന്നുള്ളതാണ്. ഏതായാലും ഇവരെയെല്ലാം ഇല്ലാതാക്കുക എന്നൊരു ലക്ഷ്യം കൂടി അഫ്ഗാനിസ്ഥാനുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ പഖ്തൂൺഖ്വ മേഖല അഫ്ഗാനിസ്ഥാൻ്റെ കയ്യിലേക്ക് പോകും, ഇല്ലെങ്കിൽ അവർ സ്വതന്ത്രമാകണമെന്നാണ് പറയുന്നത്. സ്വതന്ത്രമായി നിൽക്കാൻ ആ ചെറിയ പ്രദേശത്തിന് കഴിയാതെ വന്നാൽ അവർ അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗമാകും, പാകിസ്ഥാനിൽ നിന്ന് മോചനം നേടും. ഇനി മറ്റൊരു പ്രശ്നം, പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ അയലട്ടുന്നത് ബലൂചിസ്ഥാനാണ്. പാകിസ്ഥാനിലെ സൈനികരെ ദിനം പ്രതി കൊന്നുകൊണ്ടിരിക്കുകയാണ് ബലൂചിസ്ഥാനിലെ പോരാളികൾ. അവർ പറയുകയാണ് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയേ മതിയാവുള്ളൂ, പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നുള്ളത് ബലൂചിസ്ഥാൻ്റെ ഒരു വലിയ പോരാട്ടത്തിനുള്ള കാരണമായി നിൽക്കുകയാണ്. അപ്പോൾ അവർ സ്വതന്ത്രമാകും. അത് മാത്രമാണോ? സിന്ധുദേശ് എന്ന് പറയുന്ന പ്രദേശം പറയുകയാണ് ഞങ്ങൾ പാകിസ്ഥാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം. ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള പ്രദേശമാണ് സിന്ധുദേശ് എന്ന് പറയുന്നത് കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഇനി ഇതൊക്കെ ഈ പറയുന്ന മേഖലയിലുള്ള ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് വേണ്ടിയിട്ടുള്ള മേഖലകളുടെ മുറവിളി മാത്രമല്ല. ഈ പറയുന്ന പാക് ഒക്കുപൈഡ് കാശ്മീർ ഉണ്ടല്ലോ, പാക് ഒക്കുപൈഡ് കാശ്മീരിലെ ജനങ്ങൾ പറയുന്നത് ഈ പറയുന്ന പാകിസ്ഥാൻ അത്യന്തം മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. പാകിസ്ഥാൻ്റെ എല്ലാ നീക്കങ്ങളും അവിടുത്തെ ജനങ്ങൾക്കെതിരായിട്ടാണ് എന്നുള്ളതാണ്. അവർക്ക് പ്രാഥമികമായ അവകാശങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല. അവരുടെ ജീവിതത്തിനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ അവകാശങ്ങൾ, അതുപോലെ റോഡുകൾ, പാലങ്ങൾ, ഇതൊന്നും തന്നെ അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അവർ ചോദിക്കുകയാണ് പിന്നെ ഇങ്ങനെയുള്ള പാകിസ്ഥാന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്തിനാണ് നിൽക്കേണ്ടത്? ഇത് മാത്രമോ? റിസർവേഷൻ അടക്കമുള്ള, അതായത് നിയോജക മണ്ഡലങ്ങളിലുള്ള റിസർവേഷൻ അടക്കമുള്ള കാര്യങ്ങളിലും പാകിസ്ഥാൻ വലിയ സ്വാധീനം ചെലുത്തുകയും അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ആ പ്രദേശങ്ങളെ വിനിയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ വരുമ്പോൾ ആ പറയുന്ന പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, അവർക്ക് നല്ല ജീവിതമില്ല, സുഖകരമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. തൊട്ടിപ്പുറത്ത് ഇന്ത്യയുടെ കാശ്മീരിൽ എന്താണ് സംഭവിക്കുന്നത്? വമ്പൻ വികസന പദ്ധതികൾ, അതിഗംഭീരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ, ഇതെല്ലാം നടക്കുമ്പോൾ അവർക്ക് വെറുതെ ഇരിക്കാനാവില്ല. അവർ ആവശ്യപ്പെടുന്നുണ്ട് ഞങ്ങൾക്ക് സ്വതന്ത്രമായ ഒരു ഭൂമി വേണം, സ്വന്തമായിട്ട് നിൽക്കാൻ കഴിയണം. ഇന്ത്യയോട് അവർ ആവശ്യപ്പെടുന്നു ഇടപെടൂ, ഞങ്ങൾക്ക് പിന്തുണ നൽകൂ എന്ന് ഇന്ത്യയോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ അതുപോലെ തന്നെ ലഫ്റ്റനന്റ് ജനറൽ PR ശങ്കർ എഴുതിയിട്ടുള്ള റീഇമാജിനിങ് കാശ്മീർ 2030 എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനകത്ത്, ആ ലേഖനത്തിനകത്ത് ഒക്കെ തന്നെ വളരെയധികം വിശദമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറയുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ അഫ്ഗാനിസ്ഥാനിലെ, ബലൂചിസ്ഥാൻ്റെ, സിന്ധുദേശത്തിൻ്റെ ഒക്കെ തന്നെ പ്രശ്നങ്ങളിൽ ഉയറിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാന് ഇനി എത്ര കാലം ഈ പറയുന്ന പാക് ഒക്കുപ്പൈഡ് കാശ്മീരിനെതിരെ നിൽക്കാനാകും? അവിടുത്തെ ജനങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ ഇനി കുറച്ചു കാലം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതുമാത്രമോ, പാകിസ്ഥാൻ അസ്ഥിരപ്പെടുന്നതിൻ്റെ ഏറ്റവും നിർണായകമായ കാര്യമായിട്ട് സിന്ധു നദീജല പ്രശ്നം മാറും. കാരണം പാകിസ്ഥാൻ്റെ കൃഷി സംവിധാനങ്ങൾക്ക് മുഴുവൻ വെള്ളം കിട്ടുന്നത് സിന്ധു നദീജലത്തിൽ നിന്നാണ്. പാകിസ്ഥാൻ്റെ 90% കാർഷിക വൃത്തി പുലരുന്നത് സിന്ധു നദീജല വെള്ളത്തെ ആശ്രയിച്ചാണ്. ആ ജലത്തെ ആശ്രയിച്ചാണ്. അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും. ആഭ്യന്തരമായ വലിയ കലാപങ്ങൾ പാകിസ്ഥാനെ കാത്തിരിക്കുന്നു. സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനായി ബലൂചിസ്ഥാനും സിന്ധുദേശം നിൽക്കുന്നു. അപ്പുറത്ത് അഫ്ഗാനിസ്ഥാനോടൊപ്പം ചേരാൻ പഷ്തൂൺഖ്വ മേഖല നിൽക്കുന്നു. ഇവിടെയോ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ ഉണ്ടല്ലോ, ഇന്ത്യയുടെ ഭാഗമായ പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരിക്കുന്ന കാശ്മീർ, ആ കാശ്മീർ സ്വതന്ത്രമാകാൻ പോകുന്നു, ഇന്ത്യയിലേക്ക് ചേരാൻ പോകുന്നു. 2030 അത് പൂർണ്ണമായും ഇന്ത്യയുടെ ഭാഗമാകും. ഇന്ത്യയുമായി ഒന്നിച്ചു പോകാനാണ് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അവർ നോക്കുമ്പോൾ ഇസ്ലാമാബാദിൽ നിന്നുള്ള തീവ്രവാദികൾ വരുന്നു, അവിടെ വലിയ വലിയ കെട്ടിടങ്ങൾ കൈയടക്കി വയ്ക്കുന്നു, അവിടെ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നു. ആ തീവ്രവാദം നേരെ ഇന്ത്യയിലേക്ക് വരുന്നു, ഇന്ത്യ നേരെ തിരിച്ച് ബോംബിടുന്നു, പാവപ്പെട്ട കാശ്മീരികൾക്ക് പരിക്കേൽക്കുന്നു, ഇല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ ഇത് ഗുരുതരമായി ബാധിക്കുന്നു എന്നുള്ള അവർ പറയുന്നു. ഇത്തരത്തിലുള്ള അവാമി ജോയിൻ്റ് ആക്ഷൻ കമ്മിറ്റിയൊക്കെ പറയുകയാണ് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയേ മതിയാവുമെന്ന്. അതുകൊണ്ടാണ് അവർ ഇന്ത്യയുടെ സഹായം കൂടി അഭ്യർത്ഥിക്കുന്നത്. ഏതായാലും 2030 നിർണായകമാണ്. വികസിത ഭാരതം വെറും വികസനം മാത്രമല്ല, രാജ്യത്തിൻ്റെ അതിർത്തിയെ പുനർനിർണയിക്കുന്ന കാര്യങ്ങൾ കൂടിയാകും. പാകിസ്ഥാന് ഒരു തരത്തിലും ഒരു ചെറുവിരൽ പോലും അലക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറും എന്നുള്ളതാണ് 2030 സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവ് പോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം.
നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.